Urban livelihood. There are many towns and big cities in India. Big cities such as Delhi and Kolkata have more than 1 crore people living and working there. People in the cities may be rich, industrialists, or may belong to the middle class, which includes small businessmen and salary earners. A large section, including factory workers and rickshaw pullers, are poor. In a city, people are engaged in different professions. Some are employed by others, while some are self-employed. Here, there are many towns and big cities in India. India, many big cities and towns are located. Big cities such as Delhi, Kolkata, and these are the big cities, and these have more than a crore people living. അതായത് ഇന്ത്യയിൽ വലിയ വലിയ കുറെ ടൗൺസ് ആൻഡ് സിറ്റീസ് ഉണ്ട്. അവിടെ കോടിക്കണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ 1 കോടിയിലൊക്കെ കൂടുതൽ ആൾക്കാർ താമസിക്കുന്നുണ്ട്. മാത്രമല്ല some of them are employed, some of them are self-employed. ചില ആൾക്കാർക്ക് എന്താ പണിക്ക് പോകുന്നവരാണ്, ചില ആൾക്ക് സ്വന്തം തൊഴിലുള്ളതാണ് അല്ലെ. അപ്പൊ നമ്മൾ മറ്റൊരാൾക്ക് പണിക്ക് പോകുന്നതും അല്ലെങ്കിൽ നമുക്ക് തന്നെ നമ്മൾ സ്വന്തമായി ചെയ്യുന്ന പണി, അതാണ് സെൽഫ് എംപ്ലോയിഡും എംപ്ലോയിഡും തമ്മിലുള്ള വ്യത്യാസം അല്ലെ. അതായത് മറ്റൊരാൾക്ക് ടാപ്പിംഗ് ചെയ്യുന്നത് അല്ലെങ്കിൽ സ്വന്തമായി തയ്ക്കുന്നത് അല്ലെ, അങ്ങനെ പല തരത്തിലുള്ള ജോലി ഈ ആൾക്കാരൊക്കെ ചെയ്യുന്നുണ്ട്. സം ഓഫ് ദം ആർ ബിസിനസ്മാൻ, സം ഓഫ് ദം ആർ റിക്ഷാ പുള്ളേഴ്സ്, some of them are working in factory, etc. But India has many big towns and cities. Most of them have 1 crore people. More than 1 crore people are living there. Then Kolkata, Delhi, etc. are the examples of big cities. Then some of them people are in businessmen. Some of them are rickshaw pullers. Some of them are drivers. Some of them are factory workers, etc. Then workers on the street. Next one, workers on the street. People who work on the street work for themselves. Vegetable vendors, florists, newspaper sellers, cobblers, roadside barbers, people selling goods on carts, and rickshaw pullers are not employed by anyone. Some people set up temporary shops. The police can ask them to remove their shops at any time, so they have no security. Vendors are not allowed to go to certain parts of the country, parts of the city. They sell eatables that are usually prepared at home by their family members. There are approximately 1 crore street vendors in India working in urban areas. അതായത് നമുക്കറിയാം, അതായത് ഫാക്ടറി വർക്കേഴ്സ് ഉണ്ട്, ടീച്ചേഴ്സ് ഉണ്ട്, പിന്നെ കോബ്ലേഴ്സ്, ബിസിനസ്മാൻ, പിന്നെ അങ്ങനെ പല പല ജോലിക്കാർ ഈ ടൗണിലും സിറ്റീസിലൊക്കെ താമസിക്കുന്നുണ്ട് അല്ലെ. പീപ്പിൾ ഹു വർക്ക് ഓൺ സ്ട്രീറ്റ് വർക്ക് ഫോർ ദംസെൽസ്. അതായത് ഈ സ്ട്രീറ്റിലൊക്കെ പണിയെടുക്കുന്നവർ കണ്ടോ, പൂക്കച്ചവടക്കാരും പച്ചക്കറിക്കാരൊക്കെ കണ്ടോ, പച്ചക്കറി വിൽക്കുന്ന ആൾക്കാരൊക്കെ. ദെൻ ദേ വർക്ക് ഫോർ ദംസെൽസ്. അവർക്ക് വേണ്ടി തന്നെ ജോലി ചെയ്യുന്നതാണ് അല്ലെ. മറ്റൊരാൾക്ക് വേണ്ടിയാണോ? സാലറി കിട്ടുവാണോ അയ്യാ? അപ്പൊ വഴിക്കച്ചവടം, വഴിയിൽ ഇരുന്ന് പൂ വിൽക്കോ അല്ലെ പച്ചക്കറിയൊക്കെ വിൽക്കുന്ന ആൾക്കാര് മറ്റൊരാൾക്ക് വേണ്ടി പണിയെടുക്കുന്നതാണോ? അല്ല, അവരെന്ത് ചെയ്യുന്നേ? അവർക്ക് വേണ്ടിയാണ് അവര് ജോലി ചെയ്യുന്നത് അല്ലെ. അത് വിറ്റിട്ട് കിട്ടുന്ന സാലറി അവർ തന്നെ, അത് വിറ്റിട്ട് കിട്ടുന്ന ലാഭം അവർ തന്നെ എടുക്കും. ദെൻ കോബ്ലേഴ്സ്, സ്ട്രീറ്റ് വർക്കേഴ്സ് ആണ് കോബ്ലേഴ്സ്. കോബ്ലേഴ്സ് മീൻ ചെരുപ്പ് തുന്നുന്ന ആൾക്കാര്. എന്താ മോനെ അരുന്നേ? സബ്ജക്ട് ഇപ്പൊ പൊളിറ്റിക്സിന്റെ 64th പേജ്, ലെസൺ 9. ഓക്കെ. അപ്പൊ റോഡ് സൈഡ് ബാർബേഴ്സ്, ദെൻ സെല്ലിംഗ് ഗുഡ്സ് ഓൺ കാർട്സ്. നമുക്കറിയാം സ്ട്രീറ്റില് തെരുവുകളിലൊക്കെ കോബ്ലേഴ്സ് ചെരുപ്പ് തുന്നുന്ന ആൾക്കാരുണ്ടാവാം, പിന്നെ ന്യൂസ് പേപ്പർ വിൽക്കുന്ന ആൾക്കാരുണ്ടാവും, പിന്നെ ബാർബേഴ്സ് ഉണ്ടാവും, പിന്നെ സാധനങ്ങൾ വണ്ടിയിൽ വിൽക്കാൻ വരുന്ന ആൾക്കാര്, റിക്ഷാ പുള്ളേഴ്സ് എക്സെട്ര ആർ വർക്കിംഗ് ഓൺ ദ റോഡ് സൈഡ് ഓർ സ്ട്രീറ്റ്സ്. ദെൻ പോലീസ്മാൻ can ask them to remove their shops at any time. ഇങ്ങനെയുള്ള ജോലിക്കാര്, അതായത് ഈ സ്ട്രീറ്റിന്റെ സൈഡില് പണിയെടുക്കുന്ന ഇങ്ങനെയുള്ള ആൾക്കാരെ ഏത് സമയത്തും പോലീസിന് അവരെ അവിടുന്ന് മാറ്റാനുള്ള പെർമിഷൻ ഉണ്ട് അല്ലെ. ഒരു സ്ഥിരം ജോലിയാണോ? ആണോ? റോഡ് സൈഡിൽ നിന്ന് പൂ വിൽക്കുകയോ അല്ല റോഡ് സൈഡിൽ നിന്ന് മുടി വെട്ടി കൊടുക്കുന്ന ആൾക്കാരോ അല്ലെങ്കിൽ എന്താ റിക്ഷാ പുള്ളേഴ്സോ അല്ലെങ്കിൽ സാധനങ്ങൾ വണ്ടിയിൽ വെച്ചിട്ട് പച്ചക്കറിയൊക്കെ വണ്ടി കൊണ്ടുവന്ന് വിൽക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ ഒരു സ്ഥിരം അവിടെ ജോലി ചെയ്യാൻ പറ്റുന്നതാണോ? അല്ല. ഏത് സമയത്തും അവരെ പോലീസിന് നീക്കം ചെയ്യാം.
അവർക്ക് അവിടെ സ്ഥിരം വണ്ടി വെക്കാനോ അല്ലെങ്കിൽ സ്ഥിരം കച്ചവടം നടത്താനോ ഉള്ള പെർമിഷൻ ഇല്ല. The government is considering relaxing the law that bans street vendors so that their right to earn a livelihood is recognized. It has been suggested that there should be special areas for them in the cities. They should also be allowed to move about in all areas. The government is considering relaxing the laws that ban street vendors. അതായത് റോഡ് സൈഡിൽ കച്ചവടം നടത്താൻ ഒരിക്കലും പെർമിഷൻ ആർക്കും ഇല്ല അല്ലെ. അതായത് കച്ചവടം നടത്താൻ ഒന്ന് കടയിലായിരിക്കണം, അല്ലെങ്കിൽ റൂമൊക്കെ ഇട്ടിട്ട് അങ്ങനെയാണ് ചെയ്യുക. അപ്പം അതുകൊണ്ട് അങ്ങനെ അത് ബാൻ ചെയ്തത് കൊണ്ട് ഒരു പോലീസിന് എപ്പോ വേണമെങ്കിലും റോഡ് സൈഡിൽ ഇരുന്ന് കച്ചവടം നടത്തുന്ന സ്ട്രീറ്റിൽ കച്ചവടം നടത്തുന്ന ആൾക്കാരെ ഒഴിവാക്കാനുള്ള പെർമിഷൻ ഉണ്ട്. സൈക്കിൾ റിക്ഷ പുള്ളർ ചാകൻ. നോക്ക്, I am Chagan. I come from a village in UP where I worked as an agriculture laborer. My family lives in the village. We do not own any land. In the village, I did not get work regularly due to which I could not meet the needs of my family. So I came to the city. ഒരാളുടെ കഥ പറയാണ്. ആരാ പേരെന്താ? ചഗാൻ എന്ന പേരുള്ള ഒരു വ്യക്തി. അദ്ദേഹം ആരാണ്? ഒരു സൈക്കിൾ റിക്ഷ പുള്ളറാണ്. കണ്ടോ, സൈക്കിൾ റിക്ഷ പുള്ളർ. ഇതാണ് ചഗാൻ പുള്ളിങ് ഹിസ് സൈക്കിൾ റിക്ഷ. ഇതാണ് അദ്ദേഹത്തിന്റെ ജോലി. ഈ പുള്ളി വലിച്ചുകൊണ്ട് പോന്ന റിക്ഷ ഓടിക്കുക. അതിന്റെ ഡ്രൈവർ ആണ് ആര്? ചഗാൻ. ചഗാൻ കം ഫ്രം എ വില്ലേജ് ഇൻ UP. ചഗാൻ വരുന്നത് UP ഉത്തർപ്രദേശിലെ ഒരു ഗ്രാമത്തിൽ നിന്നാണ്. വേർ ഐ വർക്ക് ആസ് ആൻ അഗ്രികൾച്ചർ ലേബർ. അപ്പൊ UPയിൽ അദ്ദേഹത്തിന് എന്തായിരുന്നു ജോലി? കൃഷിപ്പണി ആയിരുന്നു. ഒരു കൃഷിപ്പണി ചെയ്യുന്ന ഒരു വ്യക്തിയായിരുന്നു ആര്? നമ്മുടെ ചഗാൻ. മൈ ഫാമിലി ലീവ്സ് ഇൻ ദ വില്ലേജ്. എന്ത് ചെയ്യുന്നു? അയാളുടെ കുടുംബം, ഭാര്യയും മക്കളും കുട്ടികളും അമ്മയൊക്കെ വില്ലേജിലാണ് താമസിക്കുന്നത്. വി ഡു നോട്ട് ഓൺ എനി ലാൻഡ്. അവർക്ക് എന്തില്ല? സ്വന്തമായി ഭൂമിയില്ല. Then in the village I did not get work regularly due to which I could not meet the needs of my family. അതായത് സ്ഥിരമായ ഒരു ജോലി അദ്ദേഹത്തിന് UPയിൽ അദ്ദേഹത്തിന്റെ വില്ലേജിൽ കിട്ടാത്തത് കൊണ്ട്, അതായത് അഗ്രികൾച്ചറൽ ജോലിയാണ്, പക്ഷെ സ്ഥിരമായിട്ട് അദ്ദേഹത്തിന് പണിയില്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളും നടത്താൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല. സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലെ, സാമ്പത്തിക ബുദ്ധിമുട്ടായിട്ട് അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ പറ്റാത്തത് കൊണ്ട് അദ്ദേഹം എങ്ങോട്ട് വന്നു? ഐ കെയിം ടു ദ സിറ്റി. ചഗാൻ കെയിം ടു ദ സിറ്റി. അതുകൊണ്ട് വില്ലേജില് കൃത്യമായ ജോലികളില്ല, കണ്ടിന്യൂസ് ആയി ജോലിയൊന്നും കിട്ടുന്നില്ല, റെഗുലർ വർക്ക് ഇല്ലാത്തത് കൊണ്ട് അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ കാര്യങ്ങളൊന്നും അദ്ദേഹത്തിന് ബുദ്ധിമുട്ടില്ലാതെ നടത്താൻ, കുടുംബം പോറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടായതുകൊണ്ട് അദ്ദേഹം സിറ്റിയിലേക്ക് താമസം വന്നു, സിറ്റിയിലേക്ക് പണി അന്വേഷിച്ചു വന്നു. In the city, I could not get a job. I made a friend whose name is Anil. We live in a tented room. Anil introduced me to Hari Prasad, who owns many rickshaws. I pull a cycle rickshaw that belongs to Hari Prasad. Hari Prasad. I work from 8 AM to 9 PM. അങ്ങനെ അദ്ദേഹം വില്ലേജിൽ താമസിച്ചു, UPയിലെ വില്ലേജിൽ താമസിച്ചിരുന്ന ചഗാൻ എന്ന് പറഞ്ഞ വ്യക്തി കണ്ടിന്യൂസ് ആയി റെഗുലർ ജോബ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് കുടുംബത്തെ ഒക്കെ ഉപേക്ഷിച്ച് അദ്ദേഹം കുടുംബത്തിനെ വില്ലേജിൽ തന്നെ നിർത്തി പണി അന്വേഷിച്ച് അദ്ദേഹം സിറ്റിയിലേക്ക് വന്നു. സിറ്റിയിലേക്ക് വന്നിട്ട് അദ്ദേഹത്തിന് വല്ല ജോലിയും കിട്ടിയോ? ഇല്ല. ഐ കുഡ് നോട്ട് ഗെറ്റ് എനി ജോബ്. ചഗാൻ ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി ജോബ് ഇൻ ദ സിറ്റി. സിറ്റിയിൽ അദ്ദേഹത്തിന് പ്രത്യേക ജോലിയൊന്നും കിട്ടിയില്ല. അങ്ങനെ അദ്ദേഹം ഐ മേഡ് എ ഫ്രണ്ട് ഹൂസ് നെയിം ഈസ് അനിൽ. അദ്ദേഹത്തിന് ഒരു ഫ്രണ്ടിനെ കിട്ടി അവിടുന്ന്. അത് ഒരു ഫ്രണ്ട്, ഒരു വ്യക്തിനെ അദ്ദേഹം ഫ്രണ്ട് ആക്കി. ആ ഫ്രണ്ടിന്റെ പേരെന്താ? അനിൽ എന്ന പേരുള്ള ഒരു വ്യക്തിനെ അദ്ദേഹത്തിന് ഫ്രണ്ടായി കിട്ടി. അദ്ദേഹം എന്ത് ചെയ്തു? വി ലിവ് ഇൻ എ റെന്റഡ് റൂം. അപ്പൊ അനിലും ഈ പറയുന്ന ചഗാനും കൂടി വാടകയ്ക്ക് ഒരു റൂം, കുഞ്ഞു വീടൊക്കെ എടുത്തിട്ട് താമസിക്കാണ്. ചഗാനും അനിലും ഒരു വാടകയ്ക്കുള്ള വീടൊക്കെ എടുത്തിട്ട് താമസിക്കുമ്പോ അനിലിനോട് പറഞ്ഞതാ, ചഗാൻ ഷെയർഡ് ഹിസ് പ്രോബ്ലംസ് വിത്ത് അനിൽ. എന്താ പറഞ്ഞത്? ഐ ഹാവ് നോ വർക്ക് അല്ലെ, ഐ ഡിഡ്ന്റ് ഗെറ്റ് എനി വർക്ക് ഇൻ ദി സിറ്റി. വാട്ട് വിൽ ഐ ഡു? ഞാൻ എന്ത് ചെയ്യും? എനിക്ക് ഇതുവരെ ജോലിയൊന്നും കിട്ടിയിട്ടില്ല. അനിൽ എന്ത് ചെയ്തു? അനിൽ ഇൻട്രൊഡ്യൂസ്ഡ് മീ ടു ഹരി പ്രസാദ് ഹു ഓൺസ് മെനി റിക്ഷാസ്. അങ്ങനെ അദ്ദേഹത്തിന്റെ ബുദ്ധിമുട്ട്, ചഗാന്റെ ബുദ്ധിമുട്ടൊക്കെ അനിലിനോട് പറഞ്ഞപ്പോ അനിൽ പറഞ്ഞു, ഞാനൊരു കാര്യം ചെയ്യാം, ഐ വിൽ ഹെൽപ്പ് യു. ഐ ഇൻട്രൊഡ്യൂസ് യു ടു ഹരിപ്രസാദ്. ഞാൻ ഹരിപ്രസാദ് എന്ന് പറയുന്ന ഒരു വ്യക്തിനെ നിന്നെ പരിചയപ്പെടുത്താം. അദ്ദേഹത്തിന് എന്തുണ്ട്? ഹരിപ്രസാദ് ഹാസ് മെനി റിക്ഷാസ്. ഹരിപ്രസാദ് ഹാസ് ഓൺ
മെനി റിക്ഷ, സ്വന്തമായി ഒരുപാട് റിക്ഷ ഉള്ള വ്യക്തിയാണ് ആര്? ഹരിപ്രസാദ്. അങ്ങനെ അനിൽ കൊണ്ടുപോയി നമ്മുടെ ചകാനെ ഹരിപ്രസാദിന് കൊടുത്തു പറഞ്ഞു, ഇതാ ഇങ്ങനെ ജോലിയൊന്നുമില്ല, വില്ലേജിൽ ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട്, ശ്രീ വിഷ്ണുവേ അദ്ദേഹത്തിന് ജോലിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ബുദ്ധിമുട്ടായതുകൊണ്ടാണ് സിറ്റിയിലേക്ക് വന്നത്, പ്ലീസ് ഹെൽപ്പ് ഹിം, അവനെ ഒന്ന് സഹായിക്കാൻ പറഞ്ഞു. അങ്ങനെ ഹരിപ്രസാദ് എന്ത് ചെയ്തു? ഐ വിൽ ഹെൽപ്പ് യു, ഷുവർലി ഐ വിൽ ഹെൽപ്പ് യു. എന്ത് ചെയ്യാം? ഐ ഹാവ് വൺ റിക്ഷ ടു യു, ഞാൻ നിനക്കൊരു റിക്ഷ തരാം, എന്ത് ചെയ്യാത്? ഓടിച്ചിട്ട് നിനക്ക് ഞാൻ കൂലി തരാം. അങ്ങനെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഹരിപ്രസാദിന്റെ റിക്ഷ ചവിട്ടലായിരുന്നു ആരുടെ ജോലി? ചകാന്റെ ജോലി. അങ്ങനെ വില്ലേജിൽ ജോലിയൊന്നും കിട്ടാതെ സിറ്റിയിലെത്തി. സിറ്റിയിൽ ജോലി ഇല്ലാതപ്പം അനിൽ ഒരു ആളെ കണ്ട് ജോലിയൊക്കെ വാങ്ങിക്കൊടുത്തു. ഈ ചകാന്റെ ജോലി ഇപ്പൊ എന്താ? റിക്ഷ വലിക്കുക, റിക്ഷ പുള്ള് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ജോലി. എവറി മന്ത് ഐ ഹാവ് ടു പേ ₹300 as rent for the cycle rickshaw. I earn about 100 every day, cut off which I spend ₹60 on food and rent. Each passenger gives me 5 to 10 per trip, depending on the distance. I earn less when it rains or when I fall ill. I go to my village to see my family twice a year. My wife works as an agricultural laborer in the village. That's അവസ്ഥ എന്താ? Every month I have to pay 300 as rent for the cycle rickshaw. മാസം 300 രൂപ ഈ ചകാൻ ആർക്ക് കൊടുക്കണം? ആർക്കാ കൊടുക്കണ്ടേ? ഹരിപ്രസാദിന് കൊടുക്കണം. അതായത് ഈ റിക്ഷയുടെ വാടകയായിട്ട് മാസം 300 രൂപ അദ്ദേഹത്തിന് കൊടുക്കണം. I earn about 100 every day. ഒരു ദിവസം 100 രൂപ നമ്മുടെ ചകാന് സമ്പാദിക്കാൻ പറ്റും. എങ്ങനെ? ഔട്ട് ഓഫ് വിച്ച് ഐ സ്പെൻഡ് ₹60 on food and rent. ഭക്ഷണത്തിനും ബാക്കിയുള്ള ആവശ്യങ്ങൾക്കൊക്കെ കൂടെ 60 രൂപ ചെലവാക്കി കഴിഞ്ഞാൽ 100 രൂപ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റും. അതായത് 300 രൂപ മാസം റെന്റ് കൊടുക്കണം, 60 രൂപ ഡെയിലി ഫുഡിനും കാര്യങ്ങൾക്കൊക്കെ വേണം. അങ്ങനെ ബാക്കി 100 രൂപ അദ്ദേഹത്തിന് സമ്പാദിക്കാൻ പറ്റും. അദ്ദേഹത്തിന് എങ്ങനെ കിട്ടുക? ക്യാഷ്. ഈച്ച് പാസഞ്ചർ ഗിവ് മീ 5 to 10 per trip. ഒരു ട്രിപ്പ് പോയാൽ 5 മുതൽ 10 രൂപ വരെയാണ് അദ്ദേഹത്തിന് കിട്ടുക. അത് ദൂരം അക്കോർഡിംഗ് ടു ഡിസ്റ്റൻസ്. ക്ലിയർ? ഈച്ച് പാസഞ്ചർ gives 5 to 10 rupees അക്കോർഡിംഗ് ടു ദ ഡിസ്റ്റൻസ്. ദൂരം അനുസരിച്ച് 5 രൂപ മുതൽ 10 രൂപ വരെയാണ് അദ്ദേഹത്തിന് കൊടുക്കുക. അങ്ങനെ വർഷത്തിൽ 2 പ്രാവശ്യം അദ്ദേഹം എങ്ങോട്ട് പോകും? അദ്ദേഹത്തിന്റെ നാട്ടിലേക്ക്, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് ഭാര്യനെയും കുട്ടികളൊക്കെ കാണാൻ പോകും. ഭാര്യക്ക് എന്ത് ജോലിയുണ്ട്? ഭാര്യയുടെ, അതായത് യു പിയിലെ കൃഷിപ്പണിയൊക്കെ ആയിട്ട് കൃഷിക്കാരുടെ വലിയ ഫാർമേഴ്സിന്റെ ഒക്കെ വീട്ടിൽ പണിക്ക് പോകാൻ ആര്? അദ്ദേഹത്തിന്റെ വൈഫ്. 2 വർഷത്തിൽ ഒരിക്കലാണ് അദ്ദേഹം, അല്ലെങ്കിൽ വർഷത്തിൽ 2 പ്രാവശ്യം, 2 വർഷത്തിൽ ഒരിക്കലല്ല, ട്വൈസ് എ ഇയർ, വർഷത്തിൽ 2 പ്രാവശ്യം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് പോകും. ദെൻ ഇതാണ് നമ്മുടെ ചകാന്റെ ലൈഫ്. Next one, in the market. This is a local market. There are many shops selling utensils, crockery, electronic goods such as TVs, refrigerators, and music systems. Also, ready-made clothes, footwear, and toys. There are restaurants, fast food joints, jewelry shops, book shops, sweet shops, banks, courier services, and clinics. അപ്പൊ അടുത്തത് ഒരു ലോക്കൽ മാർക്കറ്റ് ആണ്, ഒരു ചെറിയ മാർക്കറ്റ്. അവിടുത്തെ പ്രത്യേകത എന്താ? മെനി ഷോപ്സ് ആർ ലൊക്കേറ്റഡ് ദർ. മെനി ഷോപ്സ് ആർ ലൊക്കേറ്റഡ് ഇൻ ദ മാർക്കറ്റ്. പല തരത്തിലെ കുഞ്ഞു കടകൾ എവിടെയുണ്ട്? ഈ മാർക്കറ്റിലുണ്ട്. അവിടെ എന്തൊക്കെ ഉണ്ടെന്ന് അറിയോ? സെല്ലിംഗ് യൂട്ടൻസിൽസ്, പാത്രങ്ങൾ വിൽക്കുന്ന കട, ക്രോക്കറി ഐറ്റം വിൽക്കുന്ന കട, ഇലക്ട്രോണിക് ഗുഡ്സ്, അതായത് TV, ഫ്രിഡ്ജ്, വാഷിംഗ് മെഷീൻ, മ്യൂസിക് സിസ്റ്റം, ഇങ്ങനെയൊക്കെ വിൽക്കുന്ന കടകളൊക്കെ ഉള്ള ഒരു മാർക്കറ്റാണ് അവിടെ. പിന്നെ മാത്രമല്ല അവിടെ എന്തുണ്ട്? റെസ്റ്റോറന്റ് ഉണ്ട്, ഫാസ്റ്റ് ഫുഡ് ജോയിൻസ് ഉണ്ട്, ജ്വല്ലറി ഷോപ്സ് ഉണ്ട്, ബുക്ക് ഷോപ്സ് ഉണ്ട്, സ്വീറ്റ് ഷോപ്സ് ഉണ്ട്, ബാങ്ക് ഉണ്ട്, കൊറിയർ സർവീസ് ഉണ്ട്, ക്ലിനിക് ഉണ്ട്, ഹോസ്പിറ്റൽസ് ഉണ്ട്. ഇതൊക്കെ ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഒരു മാർക്കറ്റാണ് അത്. അപ്പൊ അവിടെ എന്താ പ്രത്യേകത? ഇങ്ങനെയുള്ള സംഭവമൊക്കെ ഉണ്ട്. അവിടെ പല ജോലിക്കാരുണ്ടാവും അല്ലെ? ക്ലിനിക്ക് ജോലിക്കാർ വേണം, ബുക്ക് ഷോപ്പിൽ ജോലിക്കാർ വേണം, ഫാസ്റ്റ് ഫുഡ് പോയിന്റ്സിൽ ജോലിക്കാർ വേണം, റെസ്റ്റോറന്റിൽ ജോലിക്കാർ വേണം അല്ലെ? യെസ്. ഐ ആം സംഗീത. അടുത്ത ആളുടെ ലൈഫ് പറയണേ. ഐ ആം സംഗീത. മൈ സിസ്റ്റർ ഈസ് നതാഷ. വിൽ ബി ഗെറ്റിംഗ് മാരീഡ് വെരി സൂൺ. We went to the market to
market to buy a few things. First, we went to the eye specialist where my mother had to get her eyes checked. She had an appointment, so it did not take very long from where we went to a crockery shop. അടുത്ത ആള് സംഗീത എന്ന് പറഞ്ഞ വ്യക്തി, സംഗീത എന്ന് പറഞ്ഞ ഒരു ലേഡി. അവളുടെ സിസ്റ്റർ ആണ് ആര്? നതാഷ. സംഗീത and her sister Natasha. Natasha will be getting married very soon. നതാഷയുടെ കല്യാണം അല്ലെ? നതാഷയുടെ കല്യാണം പെട്ടെന്നുണ്ടാവും. We went to the market to buy a few things. അവര് നതാഷയും സംഗീതയും കൂടെ എങ്ങോട്ട് പോയി? ടൗണിലേക്ക് പോയി. അവർക്ക് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി പോയി. ഫസ്റ്റ് they went to eye specialist. അവർ ആദ്യം എങ്ങോട്ടാ പോയത്? നതാഷ ആൻഡ് സംഗീത went to eye specialist. കണ്ണിന്റെ ഒരു ഐ സ്പെഷ്യലിസ്റ്റ്, കണ്ണിന്റെ ഡോക്ടറിന്റെ അടുത്തേക്കാണ് അവർ ആദ്യമായിട്ട് പോയത്. എന്തിനു വേണ്ടി? അവരുടെ അമ്മയുടെ, സംഗീതയുടെയും നതാഷയുടെയും അമ്മയുടെ കണ്ണ് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് ആദ്യമായി പോയത് ഐ സ്പെഷ്യലിസ്റ്റിന്റെ അടുത്താണ്. അഫ്രാസെ പേജ് നമ്പർ 65. അഫ്രാസ് എപ്പോഴും ക്ലാസ് തുടങ്ങി ഒരു അരമണിക്കൂർ കഴിയുമ്പോഴാണ് വരിക. യെസ്, അങ്ങനെ അവർ ആദ്യമായി ഐ ഷോപ്പിലേക്ക് പോയി അവരുടെ അമ്മയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി. ഷീ ഹാഡ് ആൻ അപ്പോയിന്റ്മെന്റ്, സോ ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് വെരി ലോങ് ഫ്രം വേർ വി വെന്റ് ടു എ ക്രോക്കറി ഷോപ്പ്. അങ്ങനെ അവർക്ക് എന്തുണ്ട്? ഷീ ഹാഡ് ആൻ അപ്പോയിന്റ്മെന്റ്, അവർക്ക് അപ്പോയിന്റ്മെന്റ് ഉണ്ട്. സോ ഇറ്റ് ഡിഡ് നോട്ട് ടേക്ക് വെരി ലോങ്. പെട്ടെന്ന് അവർ അപ്പോയിന്റ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് അവരെങ്ങോട്ട് പോയി? ഫ്രം വേർ വി വെന്റ് ടു എ ക്രോക്കറി ഷോപ്പ്. അവർക്ക് അപ്പോയിന്റ്മെന്റ് ഒക്കെ കിട്ടി, കാര്യങ്ങളൊക്കെ നടത്തിയതിനു ശേഷം അവർ ക്രോക്കറി ഷോപ്പിലേക്ക് പോയി. Then shopkeepers Mandeep and Priya. ക്രോക്കറി ഷോപ്പിലേക്ക് പോയി. അവിടുത്തെ ആൾക്കാർ ആരാ നോക്കണേ? സംഗീതയും അവരുടെ നതാഷയുടെ കല്യാണമാണ്. അപ്പൊ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി അവര് ഒരു മാർക്കറ്റിലേക്ക് പോയി. സാധനങ്ങൾ വാങ്ങിക്കുന്നതിന് മുമ്പ് അവർ അവരുടെ അമ്മയുടെ കണ്ണ് കാണിക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോയി. ഹോസ്പിറ്റൽ പെട്ടെന്ന് തിരക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് കാര്യങ്ങളൊക്കെ സാധിച്ചവര് ക്രോക്കറി ഷോപ്പിലേക്ക് പോയി. Mandeep and Priya on a crockery shop. All kinds of crockery are available here. The shop also stocks steel utensils. ഇപ്പം ആരുടെ കട? ഏത് ക്രോക്കറി ഷോപ്പ് ആരുടെയാ? മന്ദീപ് ആൻഡ് പ്രിയ. മന്ദീപ് ആൻഡ് പ്രിയ ഓൺ എ ക്രോക്കറി ഷോപ്പ്. മന്ദീപിനും പ്രിയക്കും ഒരു ക്രോക്കറി ഷോപ്പ് ഉണ്ട്. All kinds of crockery are available there. എല്ലാ തരത്തിലുള്ള ക്രോക്കറി ഐറ്റംസും അവർക്ക് അവിടെ കിട്ടും അല്ലെ? എല്ലാ തരത്തിലുള്ള ക്രോക്കറി ഐറ്റംസും ഉള്ള ഒരു ഷോപ്പാണ് മന്ദീപിന്റേതും പ്രിയയുടെയും ക്രോക്കറി ഷോപ്പ്. മാത്രമല്ല അവിടെ സ്റ്റീലിന്റെ ഒരുപാട് സ്റ്റീൽ യൂട്ടൻസിൽസ് ആർ അവൈലബിൾ ദർ. സ്റ്റീൽ യൂട്ടൻസിൽസും എല്ലാ ക്രോക്കറി ഐറ്റവും കിട്ടുന്ന കടയാണ് മന്ദീപിന്റേത് പ്രിയയുടേത്. There are many shopkeepers in different markets. Their shops may be big or small. Some of them own these shops, while others are tenants. Most of them are self-employed. They employ a number of salesmen, supervisors, and helpers. The local bodies in cities issue licenses to these people to run their business. On one day of the week, the market remains closed. This day is fixed by the municipal corporation. മാത്രമല്ല മാർക്കറ്റിൽ പോയപ്പോ പലതരത്തിലുള്ള ജോലിക്കാർ, അതായത് ഷോപ്പ് കീപ്പേഴ്സ് ഉണ്ട്, പിന്നെ സെയിൽസ്മാൻ ഉണ്ട്, ഹെൽപ്പേഴ്സ് ഉണ്ട്, സൂപ്പർവൈസേഴ്സ് എക്സെട്രാ ആർ വർക്കിംഗ് ദർ. Different workers are in the market, such as supervisors, cleaners, then salesmen, പിന്നെ shopkeepers, helpers, etc. are working in the market. പിന്നെ അതുപോലെ മാർക്കറ്റിൽ ജോലി ചെയ്യണമെങ്കിൽ കുറെ ആൾക്കാർക്കൊക്കെ ലൈസൻസും കാര്യങ്ങളൊക്കെ വേണം അല്ലെ? ലൈസൻസ് ഉള്ളവരുണ്ട്, ലൈസൻസ് ഇല്ലാതെ എന്താ പറയാ കൂലിക്ക് പണിയെടുക്കുന്നവരൊക്കെ ഉണ്ട്. നെക്സ്റ്റ്, മാത്രല്ല അവിടെ ആഴ്ചയിൽ ഒരു ദിവസം എന്ത് ചെയ്യണം? കട അടച്ചിടണം. അത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ തീരുമാനമാണ്. ഒരു ദിവസം നിങ്ങൾ കട അടച്ചിടണം. അത് ആഴ്ചയിൽ 7 ദിവസം ഉണ്ടെങ്കിൽ 6 ദിവസം മാത്രമേ കട ഓപ്പൺ ചെയ്യാൻ പാടുള്ളൂ. ഒരു ദിവസം എന്താണ്? പബ്ലിക് ലീവാണ്. മനസ്സിലായോ? പബ്ലിക് ലീവാണ്. ബിസിനസ്മാൻ സുനിൽ. ഒരാളെ നമ്മൾ പരിചയപ്പെട്ടു. ആരായിരുന്നു? സഗാൻ. സഗാൻ എന്ന് പറഞ്ഞാല് റിക്ഷ പുള്ളറാണ്. പിന്നെ നമ്മൾ പറഞ്ഞത് ആരായിരുന്നു? സംഗീത ആൻഡ് നതാഷ. Mandeep and Priya. Mandeep and Priya are the owner of crockery shop. Next one, businessman. ഒരു ബിസിനസ്മാന്റെ കാര്യം പറയുന്നുണ്ട്. അത് അദ്ദേഹത്തിന്റെ പേരാണ് സുനിൽ. സുനിൽ എന്ന് പറയുന്ന ഒരു ബിസിനസ്മാൻ. ഇത്രയൊന്ന് വായിച്ചു നോക്കി. ഇപ്പൊ എടുത്തൊന്ന് വായിച്ചു നോക്കി പെട്ടെന്ന്.
യെസ് വായിച്ചു നോക്കിയാട്ടെ. ശ്രീ വിഷ്ണു is thinking about anything. വായിച്ചോ? അത് വായിച്ചു കഴിഞ്ഞെങ്കിൽ ആ ബിസിനസ്മാൻ സുനിലിന്റെ കാര്യം കൂടെ ഒന്ന് വായിച്ചു നോക്കാം. വായിച്ചു കഴിഞ്ഞവര് സുനിലിന്റെ കാര്യം ഒന്ന് വായിച്ചു നോക്കാം. എന്തായിരുന്നു ജസ്റ്റ് പേജ് നമ്പർ 65 ആ ഒരു ടൗണിന്റെ ഫോട്ടോ ഇല്ലേ? ചെറുപുഴ ടൗൺ പോലെ തന്നെ ഉണ്ട്. ചെറുപുഴ ടൗൺ പോലെ തന്നെ ഉണ്ട്. അതന്നെ. വായിച്ചോ? അടുത്ത നോക്ക്. Next we went to a shop selling garments. Clothes of different sizes and colors were available there. Salwar suits, tops, trousers and frocks for every age group were available. The shop was spread over 2 floors. The shopkeeper had employed tailors who worked in the factory area a few kilometers away from the shop. എന്താ അതിന്റെ അർത്ഥം? എന്തെങ്കിലും മനസ്സിലായോ? അതായത് അടുത്തത് അവരെങ്ങോട്ടാ പോയത്? നമ്മുടെ സംഗീതയും നതാശയും പോയത്. നെക്സ്റ്റ് വി വെന്റ് ടു എ ഷോപ്പ് സെല്ലിംഗ് ഗാർമെന്റ്സ്, അതായത് ഗാർമെന്റ്സ് വിൽക്കുന്ന കടയിലേക്കാണ് അവര് പോയത്. ക്ലോത്ത്സ് ഓഫ് ഡിഫറെന്റ് സൈസസ് ആൻഡ് കളേഴ്സ് ആർ അവൈലബിൾ ദർ, അതായത് പലതരത്തിലുള്ള പിന്നെ ഡ്രസ്സ്, പല സ്റ്റൈലുള്ള പല അളവിലുള്ള ഡ്രസ്സ് വിൽക്കുന്ന, സൽവാറും ടോപ്പും ട്രൗസേഴ്സ് അങ്ങനെ പലതരത്തിലുള്ള ഡ്രസ്സ് വിൽക്കുന്ന കടയിലേക്കാണ് അവര് പോയത്. അപ്പൊ അവിടെ ചെന്നപ്പം ദ ഷോപ്പ് കീപ്പർ ഹാഡ് എംപ്ലോയ്ഡ് ടൈലേഴ്സ് ഹു വർക്ക് ഇൻ ദ ഫാക്ടറി ഏരിയ എ ഫ്യൂ കിലോമീറ്റേഴ്സ് അവേ ഫ്രം ദ ഷോപ്പ്. അവിടെ എന്തുണ്ട്? ഷോപ്പ് കീപ്പർ ഹാഡ് എംപ്ലോയ്ഡ് ടൈലേഴ്സ്, അതായത് ഒരുപാട് തുണി എന്താ പറയാ തയ്ച്ചു കൊടുക്കുന്ന ആൾക്കാർ അല്ലെ, തയ്യക്കാരും ഒക്കെ ഉള്ള ഒരു മാർക്കറ്റ് ആയിരുന്നു അവിടെ. അപ്പൊ അവർ പോയത് നേരെ അവരെ ഗാർമെന്റ്സ് വാങ്ങിക്കാൻ വേണ്ടി, പലതരം, അത് കല്യാണല്ലേ, കല്യാണത്തിലുള്ള സാധനങ്ങൾ ഗാർമെന്റ്സ് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് അവർ അങ്ങോട്ട് പോയത്.
സുനിൽ ഈസ് എ ബിസിനസ്മാൻ. സുനിൽ ആരാണ്? ബിസിനസ്മാൻ ആണ്. He goes to the wholesale cloth market to purchase material. Some of these material come from Surat, Ahmedabad and Mumbai. അദ്ദേഹം ഒരു ബിസിനസ്മാൻ ആണ്. മാത്രമല്ല സം ഓഫ് ദിസ് മെറ്റീരിയൽ കം ഫ്രം സൂറത്ത്, അഹമ്മദാബാദ് ആൻഡ് മുംബൈ. അഹമ്മദാബാദിൽ നിന്നും മുംബൈയിൽ നിന്നും സൂറത്തിൽ നിന്നൊക്കെ ഡ്രസ്സ് കൊണ്ടുവന്നിട്ട് ഹോൾസെയിലായി വിൽക്കുന്ന ഒരു കടയുണ്ടാർക്ക്. അങ്ങനെ ബിസിനസ് ചെയ്യുന്ന ഒരു ആളാണ് ആര്? നമ്മുടെ സുനിൽ. സം ഓഫ് ദ ഡ്രസ് മെറ്റീരിയൽസ് ആർ ഒബ്റ്റൈൻഡ് ഫ്രം foreign countries. Buttons, lace, thread and needles are purchased from the wholesale market in Delhi. ഡൽഹിയിൽ നിന്നൊക്കെ ഇങ്ങനെ ബട്ടൺസും അതുപോലെ ലേസും ത്രെഡും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ഹോൾസെയിൽ നടത്തുന്ന ഒരു വ്യക്തിയാണ് ആര്? സുനിൽ. ഇത്രയും നിങ്ങൾ വായിച്ചു നോക്കുക. അടുത്ത ക്ലാസ്സും കൂടെ ഇതല്ലേ, സോഷ്യലിന്റെ അല്ലേ? ഇപ്പൊ ഈ ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കുക. കറക്റ്റ് ടൈമിൽ തിരിച്ചു വരാം കേട്ടോ. ഓക്കെ, ബൈ ബൈ.